വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഈ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് കുറച്ച് പാവയ്ക്ക ആയിരിക്കുന്നത് ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തത് ചുമ്മാ കളയണ്ടാണല്ലോ, നമുക്കങ്ങ് പാവയ്ക്കച്ചാർ ഇട്ടാലോ. ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയോണ്ട് അതിൻ്റെ ആ കയ്പ്പ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പാവയ്ക്ക നമ്മൾ സാധാരണ പച്ചയ്ക്ക് ഇറക്കാനായി നമുക്ക് ഒത്തിരി കട്ടിയൊന്നും കുറയ്ക്കണ്ട കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഒരു 10-15 മിനിറ്റിന് ഉപ്പ് തിരുമ്മി വെക്കണം. അതിൻ്റെ ഒരു കയ്പ്പ് കുറയുകയും ചെയ്യും. അതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാവയ്ക്കാണെങ്കിൽ ഇതിന് വിഷാംശമില്ലല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് ഈ ഉപ്പുനീര് പിഴിഞ്ഞ് വേണം നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇടാനേ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാനും നമ്മൾ ഈ വറുക്കുന്ന എണ്ണ തന്നെയാണ് കേട്ടോ അച്ചാറിടുന്നത്. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ യൂസ് ചെയ്യാം, നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഒത്തിരി നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ നല്ലത് നല്ലെണ്ണയാണ്. പിന്നെ എപ്പോഴും പറയുന്നവർക്ക് തന്നെ നമ്മുടെ അച്ചാറിടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജലാംശം, വാട്ടർ കണ്ടൻറ്റ് ഒരു പാത്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിലൊന്നും ജലാംശം ഉണ്ടായിരിക്കരുത് കേട്ടോ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഉപ്പ് തിരുമ്പി വെച്ചേക്കുന്ന പാവയ്ക്ക ഉപ്പ് നീര് പിഴിഞ്ഞ് കളഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നല്ലിങ്ങനെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ. ഇതൊത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. ഈ ടൈമിൽ ഒത്തിരി ഇളക്കരുത്, കാരണം എന്ന് വെച്ചാൽ പാവയ്ക്ക കുഴഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇടുക ചെയ്യാവുള്ളേ. ഈ സമയത്ത് നല്ല തീ കത്തിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു പാവയ്ക്ക. ഇത്രയും മൂത്താൽ മതി കേട്ടോ. നമ്മുടെ പാവയ്ക്ക വറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആ ഒരു ജലാംശം പോകാൻ, വാട്ടർ കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മൂത്താൽ മതി. ഇനി നമ്മളിത് അച്ചാറിടാനുള്ളൂ അല്ലേ. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്ക എല്ലാം വറുത്ത് കോരി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിക്കാവേ. 1 ടീസ്പൂണോളം കടുക്, കടുക് നല്ല ചെറപറാന്ന് പൊട്ടുമ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാവേ. അവരുടെ പൊട്ടനും ചീരലൊക്കെ കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അധികം മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നല്ല പഴുത്ത കാന്താരി കൂടെ അടിയാവേ. ഒരു ചെറിയ പൊട്ടലൊക്കെ കാണും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ. ഒരു 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ തവി വെച്ചിട്ട് തവിയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി കരിയാതെ തന്നെ ഒരേ മൂപ്പിന് പൊടിയെല്ലാം കിട്ടുമേ. നമ്മുടെ അച്ചാർ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അച്ചാർ പൊടി ഇടുന്നത് ഇപ്പം നമ്മളെടുക്കുന്ന പാവയ്ക്കാൻ്റെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൂണിന് 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്
ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ല നമ്മുടെ പൊടി കരിയുവേ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇടാം ഈ ഒരു ടൈമില്. നമുക്ക് ഇതാണ് നമ്മുടെ പൊടിയുടെ മൂപ്പ് കേട്ടോ. എണ്ണയ്ക്കകത്തിട്ട് ഉടനെ നമ്മുടെ പൊടിയേക്കകത്തേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഇടരുത്. ജസ്റ്റ് ഒന്ന് പൊടി മൂത്തിട്ട് കണ്ടാൽ ഒരു ചുമല നിറം വന്നതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഇടാവേ. നിങ്ങളൊക്കെ ഞാൻ ഉപ്പ് ഒഴിച്ചില്ലല്ലോ എന്നല്ലേ. ഉപ്പ് ഒഴിക്കാത്തതിന് ശേഷം നമ്മൾ പാവയ്ക്കായ്ക്ക് ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചായിരുന്നു. അപ്പോൾ പാവയ്ക്കായും കൂടി ഇട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടോ കേട്ടോ. കുറച്ചുകൂടെ കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില എന്തേലും ഇടുന്നോ അത്രയും നല്ലതാണ്. പിന്നെ നമ്മുടെ അച്ചാറിനിടുന്ന സ്പെഷ്യൽ പൗഡർ, നമ്മുടെ ഉലുവായും കടുകും കൂടെ വറുത്ത് പൊടിച്ചത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവേ. ഇന്ന് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ശർക്കരയോ കേട്ടോ ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയോ ശർക്കരയോ ജസ്റ്റ് ആ ഉപ്പും പുളിയെല്ലാം എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം മതി കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിലൊന്നും തീ അധികം വേണ്ട കേട്ടോ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാവേ. നമുക്ക് നമ്മുടെ വിനാഗർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വിനാഗർ ഒഴിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക വറുത്തതായതുകൊണ്ട് വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. ഇപ്പം ലൂസി ആയിട്ടിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഡ്രൈ ആവും കേട്ടോ. ഈ ഒരു പരുവം വേണം കേട്ടോ നമ്മുടെ അച്ചാറിന് ലൂസ്നെസ്. എങ്കിലേ നമ്മുടെ ഇട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് പരുവാവുള്ളൂ. നമുക്ക് നമ്മുടെ ആ പൊടിച്ച് വെച്ച പൊടിയില്ലേ അത് കുറച്ചുകൂടെ ആഡ് ചെയ്യാവേ. നമ്മുടെ അരപ്പ് മൂത്തോണ്ടാണ് നമ്മുടെ അച്ചാറിന് നല്ല ഡാർക്ക് കളർ വന്നു. നമ്മുടെ അരപ്പ് മൂക്കാതെ ഇടുമ്പോഴാണ് അച്ചാർ ചുമന്നിരിക്കുന്നത്. നമ്മൾ അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചുകൊണ്ട് കറക്റ്റ് കളറിലും കറക്റ്റ് ഭാഗത്തിലും ഒരു കുറച്ച് ദിവസം നല്ല കണ്ടെയ്നറിനകത്ത് ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ കൽഭരണിക്കകത്തൊക്കെ അടച്ചു വെച്ചിട്ടെടുക്കണം. നല്ല ടേസ്റ്റ് ആവട്ടോ. നമ്മുടെ രുചിയേറുന്ന പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം
ഇനി വേറൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ.